مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ് പാന്തുടി ബാബുട്ടി സാഹിബ് അവരുകൾ, ഈ മഹത്തായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മഹല്ല് ഖതീബ് ആലിക്കുട്ടി സഖാഫി അവരുകൾ, മറ്റു ഉസ്താദുമാർ, വിദ്യാർത്ഥിനികളെ, കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, മക്കൾ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങയെ നാം അയച്ചിട്ടില്ല. ലോകമെന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യരും പെട്ടു, എല്ലാ ജീവജാലങ്ങളും പെട്ടു. എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. നമുക്ക് ഏതൊരു അനുഗ്രഹങ്ങളും ഏത് സന്തോഷവും നമുക്ക് കിട്ടുന്നുണ്ടോ അതിൻ്റെ എല്ലാം കാരണക്കാരൻ അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ ജന്മദിനം, അവിടുത്തെ മദ്ഹ്, അവിടുത്തെ പ്രശംസകൾ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിഗംഭീരമായി കൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടത്തോടുള്ള മഹബത്ത്, അവിടത്തോടുള്ള ഇഷ്ക് അത് നമ്മെ ഇഹപര വിജയത്തിൽ എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് മഹബത്ത്? എന്താണ് സ്നേഹം? മഹബത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, എന്തിനാണ് ഹബീബായ തങ്ങളെ പറ്റി നമ്മൾ ഹബീബായ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യർക്കും കണ്ടെത്താൻ സാധിക്കും. എന്താണത്? ലോകത്തിൻ്റെ കെട്ടുറപ്പും ലോകത്തിൻ്റെ പരസ്പര സഹകരണങ്ങളും മനുഷ്യനായി കണ്ടും ജീവജാലങ്ങളെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ സ്നേഹമെന്ന് പറയുന്ന ആ നിധിക്ക് വലിയ സ്ഥാനം തന്നെയുണ്ട്. ഒരു കുടുംബം, ഒരു ഉമ്മയും ഉപ്പയും ഒരു 3 മക്കളുമുള്ള ഒരു കുടുംബമാണെങ്കിൽ ഉമ്മ ഉപ്പയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഉപ്പ ഉമ്മയെ തിരിച്ചും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു.
ഇവരുടെ ഈ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് മക്കളും ഈ ഉമ്മയെയും ഉപ്പയെയും അതുപോലെ ഉപ്പയും ഉമ്മയും മക്കളെയും സ്നേഹിക്കുമ്പോൾ ആ കുടുംബത്തിൽ വല്ലാത്ത സന്തോഷങ്ങൾ ഉണ്ടാകുന്നു, വല്ലാത്ത ആഹ്ലാദങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും ഇടപെടുന്നു. അത് ഉണ്ടാകാനുള്ള കാരണം സ്നേഹമെന്ന് പറയുന്ന ഒരു മഹാ അനുഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ സ്നേഹം നമ്മൾ ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഉമ്മയും ഉപ്പയും പരസ്പരം സ്നേഹിക്കുന്നു. ആ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കണ്ട് മക്കളും വളരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടാലും മക്കൾ അവരെ സ്നേഹിക്കും. ആ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകും. ആ കുടുംബത്തിൽ നിന്നാണ് അയൽവാസികളെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്നാണ് നാട്ടുകാരെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. ആ സ്നേഹ കുടുംബത്തിൽ നിന്നാണ് അശരണരെയും പാവപ്പെട്ടവരെയും ആലംബഹീനരായ ആളുകളെല്ലാം സ്നേഹിക്കാൻ മനുഷ്യൻ പഠിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹം വലുതാകുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബ്ബത്ത്, അവിടത്തോടുള്ള ഇഷ്ക്, സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടത്തോട് സ്നേഹമുണ്ടാകുമ്പോൾ, അവിടത്തോട് വല്ലാത്ത ആവേശം നമുക്കുണ്ടാകുമ്പോൾ നമ്മളൊരു യഥാർത്ഥ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നു വരും തീർച്ചയായും. അതുകൊണ്ടാണ് അവിടത്തോടുള്ള സ്നേഹം, അവിടുത്തെ ഹബീബായ തങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങൾ അത് പരസ്യമായി തന്നെ വേണമെന്നും അത് വളരെ എല്ലാവരും കാണുന്ന രൂപത്തിൽ വളരെ പ്രകടമായി തന്നെ വേണമെന്നും ഇസ്ലാം നിർദ്ദേശിക്കാനുള്ള കാരണം അതാണ്. പരസ്പര സ്നേഹമുണ്ടാകുമ്പോഴാണ് നമുക്ക് ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയാണ് ലോകം നിലനിൽക്കുന്നത്, അങ്ങനെയാണ് സമൂഹം നിലനിൽക്കുന്നത്. ഈ സമൂഹത്തിൽ നന്മയും അതേപോലെ തന്നെ എല്ലാവിധ ഖൈറുകളും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്ന ഈ മൂന്നക്ഷരത്തിലേക്ക് വലിയ അർത്ഥ വ്യാപ്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ തങ്ങളെ സ്നേഹിക്കൽ നമുക്കെല്ലാവർക്കും നിർബന്ധം തന്നെയാണ്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, എന്തെല്ലാം വസ്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും നിലനിൽപ്പിനും അവരുടെ എല്ലാവരുടെയും മറ്റു കാര്യങ്ങൾക്കും അത് അത്യാവശ്യം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് ഉൾക്കൊള്ളുകയും ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ അർപ്പിതമായ വിഷയം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാന്തടി ബാപ്പുട്ടി സാഹിബ് അവർക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നടത്തുന്ന ഉസ്താദ് ആലിക്കുട്ടി സഖാഫി അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഉസ്താദുമാർ, അതുപോലെ പ്രത്യേകം നന്ദി അർഹിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ കൂട്ടുകാർ, നമ്മുടെ ഈ പരിപാടി ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന മദ്രസയിലെ പിഞ്ചോവന മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവരെല്ലാവരും അൽഹംദുലില്ലാഹ് സജീവമായി തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനം നമുക്കറിയാം, എല്ലാ വർഷത്തെ പോലെയുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓൺലൈനിലാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടണം. അത് മുൻകാലത്തും ഇതേപോലെയുള്ള മഹാമാരികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അവരെല്ലാവരും ആ മഹാമാരിയെ തുരത്തിയത് ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, മൗലൂദുകൾ അവർ ചൊല്ലി, അതിൻ്റെ കാരണം കൊണ്ട് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു.
നമ്മളും ആ പാത പിൻപറ്റണം. നമ്മുടെ വീടിലും നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ സ്വലാത്ത് നമ്മൾ ചൊല്ലിപ്പിക്കണം, മൗലൂദ് നമ്മൾ ഓർമ്മിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله. سلام. السلام عليكم. സ്തുതിയോടുന്നേ അതിൽ പിന്നെ സ്വരത്തും ചൊന്നേ ഏറ്റം പൂകൾ പെറ്റ ഇടത് നാട് ഏറെ പീശത്താൽ സ്വാഗതം പാടാതൊരു സ്തുതിയോടുന്നേ അതിൽ പിന്നെ സ്വരത്തും ചൊന്നേ ഏറ്റം പൂകൾ പെറ്റ ഇടത് നാട് ഏറെ പീശത്താൽ സ്വാഗതം പാടാ മാന്യ സദസ്സിനെ നിയന്ത്രിച്ചിടും മേന്മയുള്ള അധ്യക്ഷ പദവിയിലും മാന്യ സദസ്സിനെ നിയന്ത്രിച്ചിടും മേന്മയുള്ള അധ്യക്ഷ പദവിയിലും ആദ്യം അരുളുന്നു സ്വാഗതം ഞങ്ങൾ അതിനാൽ തടുക്കട്ടെ സ്നേഹബന്ധങ്ങൾ മാതാപിതാ ഗുരു അവർക്കൊക്കെയും മനസ്സിനടിത്തട്ട് ഈശം വെച്ചും മാതാപിതാ ഗുരു അവർക്കൊക്കെയും മനസ്സിനടിത്തട്ട് ഈശം വെച്ചും പാടി പറയുന്നു സ്വാഗതം ഞങ്ങൾ ഭാരം സന്തോഷത്താൽ പറയും ഞങ്ങൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയും കാണാൻ വന്നിട്ടുള്ള നാട്ടുകാരിയും കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയും കാണാൻ വന്നിട്ടുള്ള നാട്ടുകാരിയും സ്വാഗതങ്ങൾ മൊഴിഞ്ഞിടട്ടെ ഏകം രൂപയാകട്ടെ ആദിയാഹദോന് സ്തുതിയോടുന്നേ അതിൽ പിന്നെ മേല് സ്വലാത്തും ചൊന്നേ ഏറ്റം പൂകൾ പെറ്റ മിലാദ് നാള് ഏറെ പീരിശത്താൽ
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وقال النبي صلى الله عليه وسلم: المرء مع من أحب. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495 ജന്മദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും മറ്റു പരിപാടികളും സാധാരണ പോലെ നടത്തുവാൻ സാധിക്കാത്ത ഈ ഘട്ടത്തിൽ ആധുനിക സംവിധാനത്തിലൂടെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ആഘോഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും അനുഗ്രഹമാണ്. അവിടുത്തെ അനുഗ്രഹം ലഭിക്കാത്ത ഒരു ജീവിയും ഭൂമിലോകത്തില്ല. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം വളരെ സ്പഷ്ടമായി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഓ നബിയെ, തങ്ങളെ നാം ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ആ പരമാർത്ഥം നമുക്ക് കാണാൻ കഴിയും. ഒരു മാൻപേട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ യജമാനൻ കാണിക്കുന്ന വികാരപരമായ കാര്യങ്ങൾ പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യജമാനന്റെ മുമ്പിൽ ജാമ്യം നിന്നുകൊണ്ട് ആ മാൻപേടയെ കാട്ടിലേക്ക് വിട്ടയച്ച് അതിന്റെ കുട്ടികൾക്ക് പാലൂട്ടി വന്ന സംഭവപരമായ ചരിത്രങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോകാനുഗ്രഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെക്കാൾ, മറ്റു ജനങ്ങളെക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥ പൂർണ്ണമായ മുഅ്മിനായി മാറുന്നത്. അവിടത്തോടുള്ള സ്നേഹം വർദ്ധിക്കാൻ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ആ വിഷയം നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും അതുപോലെ സ്നേഹം നമുക്ക് വർദ്ധിക്കുകയും അതുപോലെ
ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരവും അതിൽ നിന്നൊരു സുരക്ഷയും അതിൽ നിന്നെല്ലാം ഒരു രക്ഷയും അല്ലാഹു തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മഹാനായ മുഹമ്മദ് ഇബ്നു അബൂബക്കർ റഷീദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും അവരെല്ലാം മഹാന്മാരായത് അല്ലെങ്കിൽ അവരെല്ലാം ഉന്നതമായ സ്ഥാനത്തെത്തിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാരണം കൊണ്ട് മാത്രമാണ്. നബി തങ്ങളെ സ്നേഹിക്കാതെ അല്ലെങ്കിൽ നബി തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാതെ തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാതെ ഒരാളും പൂർവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു വിലായത്തിന്റെ സ്ഥാനത്തേക്ക് ഒരാളും എത്തിയിട്ടില്ല. അങ്ങനെ വിലായത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തന്റെ ജീവിതം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ പ്രണയമായതിന്റെ പേരിൽ തന്റെ ഹബീബിന്റെ അല്ലാഹ് ശരീഫിൽ നിൽക്കുന്ന എത്തണമെന്ന അതിയായ ആഗ്രഹം മനസ്സിൽ വെച്ച മഹാനായ ഒരു വലിയും വാഗ്മിയും പണ്ഡിതനുമായിരുന്നു മഹാനായ റഷീദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ കാലത്ത് മദീനത്തെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. എന്തായിരുന്നു സ്വപ്നം? ആ സ്വപ്നത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. എന്നിട്ട് ആ രാജാവിനോട് പറയുന്നു, അല്ലയോ രാജാവേ, ബഗ്ദാദിൽ നിന്ന് എന്നെ അതിരറ്റ് സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അദ്ദേഹം എന്നെ ദർശിക്കാൻ എന്റെ റൗദയിൽ വരാൻ ആഗ്രഹിച്ച് അദ്ദേഹം എന്ത് ത്യാഗവും സഹിച്ച് മദീനയിലെത്താൻ വെമ്പൽ കൊള്ളുകയാണ്. അദ്ദേഹം ഈ മദീനയിൽ വന്നാൽ എന്റെ റൗദ ശരീഫിൽ നിന്ന് ഞാൻ എണീക്കേണ്ട ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നത് വിഷമകരമാണ്. അതുകൊണ്ട് ഏത് വിധേനയും നിങ്ങൾ അവരെ തടയണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രാജാവിന് നിർദ്ദേശം നൽകുകയാണ്. ആ നിർദ്ദേശം അനുസരിച്ച് രാജാവ് തന്റെ പ്രജകളെ അവിടെ അതിർത്തികളിലെല്ലാം ബോർഡുകളിലെല്ലാം നിർത്തുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, വലിയ ഓർമ്മയായ ഒരു മനുഷ്യൻ, വലിയ പണ്ഡിതനായ ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ ബഗ്ദാദിൽ നിന്ന് മദീന ബോർഡർ കടക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യന്റെ അടയാളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ രാജാവ് അറിയിച്ചു കൊടുത്തിരുന്നു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകൾ ഉരുവിട്ട് ജീവിക്കുന്നവരായിരുന്നു അവർ. അങ്ങനെ ആ അതിർത്തി കടക്കാൻ സമയത്ത് രാജാവിന്റെ പ്രജകൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വലാത്ത് ഉരുവിട്ട മനുഷ്യനെ അവരതാ പിടിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ബഗ്ദാദിൽ നിന്നുള്ള റഷീദ് ബഗ്ദാദി, അബൂബക്കർ റഷീദ് ബഗ്ദാദി എന്ന മനുഷ്യനാണെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ ബഗ്ദാദിലേക്ക് തിരിച്ചയക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം മദീനയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ആ ശ്രമവും പാഴാകുന്നു. അവസാനം എനിക്കെങ്ങനെയെങ്കിലും എന്റെ ഹബീബിന്റെ റൗദയിലെത്തണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മഹാനായ അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ ഏറ്റവും അടുത്ത ഏറ്റവും പരിചയസമ്പന്നനായ ഒരു വെറുപെട്ടുകാരനോട് പറയുന്നു, മോനെ, നീ എന്ത് ത്യാഗം സഹിച്ചെങ്കിലും ഏതെങ്കിലും ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് നീ എന്നെ റസൂലുള്ളാഹിന്റെ റൗദയിൽ എത്തിച്ചു തരണം. അങ്ങനെ നീ എന്നെ റസൂലുള്ളാഹിന്റെ റൗദയിൽ എത്തിച്ചു തന്നാൽ എന്റെ സമ്പാദ്യം മുഴുവനും നിനക്ക് ഞാൻ നൽകുന്നതാണെന്ന് മഹാനായ റഷീദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ വെറുപെട്ടുകാരനോട് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് സമ്മതിച്ച് അദ്ദേഹം വിറകുകളെല്ലാം ശേഖരിച്ച് അത് കെട്ടാക്കി ആ കെട്ടിന്റെ ഉള്ളിൽ മഹാനായ റഷീദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു കിടക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെയും ചുമന്നുകൊണ്ട് അദ്ദേഹം ചുമന്നുകൊണ്ട് ആ മദീനയുടെ അതിർത്തികൾ ഭേദിച്ച് മുന്നേറുമ്പോൾ അവിടുന്ന് ആ സ്വലാത്തിന്റെ ആ മന്ത്രധ്വനികൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മദീനയോട് അടുക്കുന്തോറും അദ്ദേഹത്തിന്റെ സ്വലാത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു വന്നപ്പോ ആ പ്രജകൾ സൈന്യങ്ങൾ ആ വിറകുവെട്ടുകാരനെ വിളിക്കുന്നു. വിളിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വിറകുവെട്ടുകൾ ചോദിക്കുമ്പോ മഹാനായ റഷീദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ വിറകുവെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നു. ഇത്
പണ്ഡിതൻ, ആ മഹാനായ സൂഫി വര്യൻ അതേ തന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വളരെ ദുഃഖിതനായി കഴിഞ്ഞുകൂടുകയാണ്. റസൂലുള്ളാഹിയുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിച്ച ആ മഹാനായ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് വരാൻ കഴിയാതെ റസൂലുള്ളാഹിയോടുള്ള പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊപ്പം നാളെ ഭാരതത്തിൽ ബർസഖിലായി ജീവിക്കുന്നത് അദ്ദേഹം വിരാജിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് മഹാന്മാരായ പണ്ഡിതന്മാരാണെങ്കിലും ഏത് ഔലിയാക്കളാണെങ്കിലും ആ ഔലിയാക്കളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബ് അവർ പ്രകടിപ്പിക്കാതെ അവർ ഒരിക്കലും വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് നാം മഹാന്മാരെ സ്നേഹിക്കണം. അല്ലാഹു ആദരിച്ചവയെല്ലാം ആദരിക്കണം. അല്ലാഹു നിന്ദിച്ചവയെല്ലാം നിസ്സാരമാക്കി നിന്ദിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാരത്രികമായ ലോകത്ത് പോലും നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ആഘോഷവേളയിൽ നാം എല്ലാവരും സന്തോഷിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം മൗലിദുകൾ പാരായണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ നാം സ്വതന്ത്രകൾ വർദ്ധിപ്പിക്കുന്നു. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റു മഹാന്മാരുടെയും കൊണ്ട് അല്ലാഹു തആല അകറ്റിത്തരുമാറാവട്ടെ. ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നമുക്കെല്ലാം സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു രചിച്ച ഒരു ഗ്രന്ഥമാണ് അൽ ഖസീദത്തുൽ വിത്രിയ എന്ന മദ്ഹ് കിതാബ്. ആ കിതാബിൽ മഹാനവർ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതനെ കുറിച്ചുള്ള പ്രശംസ വിശ്വാസിയുടെ ആത്മാവിന്റെ അന്നമാണ്. അതുപോലെ വിശ്വാസിയുടെ ആത്മാവിന്റെ പ്രാതലമാണ്. അല്ല, അതിനേക്കാൾ മഹത്തരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി തന്നെ തന്റെ വിധിയിൽ നമ്മെ തെറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നാളെ ഭാരതത്തിൽ ലോകത്ത് നമുക്ക് ഒരുമിച്ച് കൂടണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെ നാളെ ആഖിറത്തിൽ അവൻ ഒരുമിച്ച് കൂടുമെന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നാം സ്നേഹിക്കുന്നവർ നല്ലവരായി തീരണം. നാം നല്ലവരെ മാത്രം സ്നേഹിക്കുക, നല്ലവരോടൊപ്പം കൂട്ടുകൂടുക. അങ്ങനെ നല്ലവരെ സ്നേഹിച്ച് നല്ലവരോടൊപ്പം കൂട്ടുകൂടി നമ്മുടെ ജീവിതം ഭാസ്വരമാക്കാൻ നാം എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. എന്ന പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മുടെ മഹലിൻ്റെ ഖതീബും മദ്രസയുടെ സദർ ഉസ്താദുമായ ബഹുമാന്യനായ അലിക്കുട്ടി മുസ്ലിയാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ നൗഷാദ് വാക്കത്തി, മറ്റ് ഉസ്താദുമാരെ, പൂർവ വിദ്യാർത്ഥികളെ, കമ്മിറ്റി ഭാരവാഹികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 നബിദിന ആഘോഷ പരിപാടിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ വിപുലമായ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും നമ്മൾ സംഘടിപ്പിച്ച് പോന്നിരുന്നു.
അള്ളാഹുവിൻ്റെ അപാരമായ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ട് കോവിഡ്-19 എന്ന മഹാദുരന്തം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഏത് കാലത്തും അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ക്ഷമയോടുകൂടി അതിനെ നേരിടാനാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും മത, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മതമണ്ഡലങ്ങളിലെല്ലാം ഒരു ഉത്തമമായ മനുഷ്യൻ എങ്ങനെ ജീവിച്ച് മരിച്ച് വരച്ചു കാണിച്ചു തന്ന അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര സംഭവങ്ങൾ അഴവിറക്കുന്നതും അത് ഓർമ്മിക്കപ്പെടുന്നതും ആഘോഷിക്കുന്നതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ മഹാമാരി രോഗം നമ്മളെ കാർന്നു തിന്നുമ്പോഴും ഓൺലൈൻ വഴി വളരെ വിപുലമായി തന്നെ നമ്മുടെ മദ്രസയിൽ ഈ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. ഈ സംരംഭത്തിന് തുടക്കം കുറിച്ച നമ്മുടെ ഉസ്താദുമാരെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഇത് അള്ളാഹുവിൻ്റെ പക്കൽ ഈ സമരത്തിന് തുടക്കം കുറിച്ച എല്ലാവർക്കും അറിയിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാം. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതർ, എന്നെ ശ്രമിക്കുന്ന വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, ബഹുമാനികളെ, നാം ഇന്ന് ലോകമെമ്പാടും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അതിലുപരി നമ്മെ ഇരുലോകത്തും സഹായിക്കുന്ന അന്ത്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു തആല പറയുകയാണ്, നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, വബിറഹ്മതിഹി,
ഫബിദാലിക ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും. അല്ലാഹുവിന്റെ റഹ്മത്ത് ഏതാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവും വേണ്ട. അല്ലാഹു തആല തന്നെ പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, അങ്ങയെ നാം നിയോഗിച്ചയച്ചിട്ടുള്ളത് ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് ഏറ്റവും നല്ല അനുഗ്രഹമായിട്ടല്ലാതെ അല്ല. അപ്പൊ അല്ലാഹുവിന്റെ ഏറ്റവും നല്ല റഹ്മത്ത്, നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ റഹ്മത്ത്, അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും, ആ സന്തോഷമാണ് ഇന്ന് നാം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രത്തോളം നമ്മൾ അവിടത്തെ കൊണ്ട് നമ്മളെന്തിനാ ഇത്രത്തോളം സന്തോഷിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അത്രത്തോളം പവിത്രമാക്കി വെച്ചിട്ടുണ്ട്, ഉന്നതമാക്കി വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതിനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച് അല്ലാഹുവിനെ കാണാൻ അർഹത ലഭിച്ച ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ അല്ലാഹു തആല അനുമതി നൽകി. അത് തന്നെ മതി നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് എന്നതിന് തെളിവ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയത്, ആ ഹബീബിനെ കൊണ്ട് നിങ്ങൾ നല്ലോണം സന്തോഷിച്ചോളൂ. നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്ന ഖുർആൻ. ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടി ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ സന്തോഷം കുറഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ വീടുകളിലും നാം ജീവിക്കുന്ന മറ്റു ചില മേഖലകളിലും ഓഫീസുകളിലും ഒക്കെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളും അവിടുത്തെ മദ്ഹ് പാരായണങ്ങളും ഒക്കെ നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ പിരിയലും അവരുടെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയായി അറിയിച്ചു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي لا أحد.
മഹല്ല് പ്രസിഡന്റ് ബാപ്പുട്ടി സാഹിബ് അവർ, ഈ മഹല്ലിൻ്റെ ഖത്തീബും നമ്മുടെ മദ്രസയിലെ ഉസ്താദുമായ ആലിക്കുട്ടി സഖാഫി, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികൾ, നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495 ജന്മദിനം കൊണ്ടാടുകയാണ്. വിപുലമായി നമ്മൾ എല്ലാ കൊല്ലവും കഴിക്കലുണ്ട്. ഇക്കൊല്ലം നമ്മുടെ ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മുടെ യൂട്യൂബിലും വാട്സാപ്പിലും മറ്റൊക്കെയാണ് നമ്മൾ കുട്ടികളുടെയും ഒക്കെ പരിപാടി അവതരിപ്പിക്കുന്നത്. അതും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ മോശമാണ്. കാരണം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അത് ചെയ്യണം. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കമ്മിറ്റി ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ഒക്കെ അല്ലാഹു സഹകരിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇനിയും മറ്റു ഉസ്താദുമാർ പ്രസംഗിക്കാനുള്ളതുകൊണ്ടും തൽക്കാലം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. مولاي صل وسلم دائما